ശമ്പളത്തിൽ ജോലി ചെയ്യുക എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. പലരും അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് UK പോലുള്ള വിദേശ രാജ്യങ്ങളെയാണ്. ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിക്കായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പോകുന്നത് UKയിലേക്കാണ്. UKയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു മേഖലയാണ് കെയർ ഹോമുകൾ. ഉയർന്ന സാലറി ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും പലരും UKയിലെ കെയർ ഹോമുകളെ ലക്ഷ്യം വെച്ച് പോകാറുണ്ട്. തൊഴിലാളികളെ പോലെ തന്നെ UKയിലേക്ക് പഠിക്കാൻ പോകുന്ന പല വിദ്യാർത്ഥികളും പാർട്ട് ടൈം ചെയ്ത് ഫീസുകൾ അടച്ചിരിക്കുന്നതും ഇതേ കെയർ ഹോമുകൾ വഴിയാണ്. UKയിലെ കെയർ ഹോമുകൾക്ക് ഡിമാൻഡ് കൂടിയതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നും UKയിലേക്ക് ജോലിക്ക് പോകുന്നവരെ ചൂഷണം ചെയ്യുന്നത് കൂടിയിട്ടുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ നിന്നും UKയിലെ കെയർ ഹോമിൽ ജോലിക്കായി എത്തിയ ദമ്പതികളുടെ വാർത്തയാണ് ഇപ്പോൾ BBC പുറത്തുവിട്ടിരിക്കുന്നത്. UKയിലെ കെയർ ഹോമിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഏജന്റ് ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങിയത് 15,000 പൗണ്ടാണ്. ഒടുവിൽ UKയിലെത്തിയ ഇവർ ഒന്നുമില്ലാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. BBCയുടെ റിപ്പോർട്ടുകൾ പ്രകാരം UKയിലെ ബ്രെഡ്ഫോർഡിലെ ഒരു സ്വകാര്യ കെയർ ഹോമായ അൽച്ചിദ കെയർ ഹോമിലേക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞാണ് മലയാളി ഏജന്റ് ഇവരെ കൊണ്ട് പണം അടപ്പിച്ചത്. ഇവർക്ക് UKയിലേക്ക് പോകാൻ ആവശ്യമായ ഫാമിലി വിസ നൽകിയതും ഇതേ ഏജന്റ് തന്നെയാണ്. ദമ്പതികൾ അവരുടെ കുട്ടിക്ക് മികച്ച ജീവിത നിലവാരവും വിദ്യാഭ്യാസവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് UKയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഇതിനായി അവരുടെ സമ്പാദ്യം മുഴുവനും അവർ ചെലവഴിച്ചിരുന്നു. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് UKയിലേക്ക് ഫ്ലൈറ്റ് കയറിയത്. കുറച്ചു നാളത്തെ ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു. മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതം, കുട്ടിയുടെ പഠിത്തം എല്ലാം ഞങ്ങൾ ഫ്ലൈറ്റിലിരുന്ന് സംസാരിച്ചിരുന്നു. എന്നാൽ UKയിലെത്തിയപ്പോൾ സ്ഥിതി മാറി. ഞങ്ങൾ ഏജന്റ് പറഞ്ഞ കെയർ ഹോം അന്വേഷിച്ച് നടന്നു. ഒടുവിൽ കണ്ടെത്തി. അകത്ത് ചെന്ന് സംസാരിച്ചപ്പോൾ അവർക്ക് ഞങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞു. 2-3 ദിവസങ്ങൾ മാറി മാറി സംസാരിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവർ ഞങ്ങളെ ശമ്പളമില്ലാതെ പരിശീലനം നൽകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് സമ്മതിച്ചു. അതിനുശേഷം ഭാര്യയ്ക്ക് 3 ദിവസം മാത്രമാണ് ജോലി നൽകിയത്. പിന്നീട് പലയിടത്തായി ഞങ്ങൾ ജോലിക്കലഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ജോലി ലഭിച്ചിരുന്നില്ല. ഞങ്ങൾ നാട്ടിലുള്ള ഏജന്റിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളും ഞങ്ങളെ ഉപേക്ഷിച്ചു. വളരെ പതുക്കെയാണ് ഞങ്ങൾ ഏജന്റിന്റെ ചതിയിൽപ്പെട്ടു എന്ന് മനസ്സിലായത്. എന്നിട്ടും അവിടെ ജോലി അന്വേഷിച്ച് കുറച്ചു മാസങ്ങൾ കൂടി നിന്നു. ആരും സഹായിച്ചിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ചു നാട്ടിലേക്ക് മടങ്ങാമെന്ന്. ഞങ്ങളെപ്പോലെ അവിടെ കുറേ ആളുകൾ ഏജന്റുമാരുടെ കെണിയിൽപ്പെട്ട് കിടപ്പുണ്ട്. തിരികെ നാട്ടിലേക്ക് ചെന്നാൽ കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും പരിഹാസം കാണേണ്ടി വരുമെന്ന് ഭയന്നിട്ടാണ് പലരും അവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് ദമ്പതികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. UKയിൽ ജോലി തേടിപ്പോയി ഏജന്റുമാരുടെ കെണിയിൽ അകപ്പെടുന്നവരിൽ 100-ൽ ഒരാൾ മാത്രമാണ് ഇവരെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. ഇത്രയും പൈസ നഷ്ടപ്പെട്ടതിൻ്റെയും മുന്നോട്ട് എന്ത് ചെയ്യണമെന്നതിൻ്റെയും ഒരു വിഷമം ദമ്പതികളെ അലട്ടുന്നുണ്ട്. ഏജന്റിനെതിരെ പരാതി നൽകിയിട്ടും പണം തിരികെ ലഭിച്ചില്ല. ഇവരെ പോലെ നീതി ലഭിക്കുമോ, പണം തിരികെ ലഭിക്കുമോ എന്ന് സംശയത്തിൽ കഴിയുന്ന നിരവധി മലയാളികൾ UKയിലുണ്ട്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ BBC നടത്തിയ അന്വേഷണത്തിൽ ബ്രെഡ്ഫോർഡിലെ അൽച്ചിദ കെയർ ഹോമിന് തൊഴിലാളികളെ നിയമിക്കാനുള്ള ലൈസൻസ് ഇല്ലെന്ന് മനസ്സിലായി. വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദേശ കെയർ തൊഴിലാളികൾക്ക് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ കെയർ ഹോമുകൾക്ക് അനുവാദം നൽകുന്ന സ്പോൺസർഷിപ്പ് ലൈസൻസ് ഇവരുടെ കഴിഞ്ഞ വർഷം ഹോം ഓഫീസ് പിൻവലിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് കേരളത്തിൽ നിന്നും 100 കണക്കിന് ആളുകൾ അൽച്ചിദ കെയർ ഹോമിലേക്ക് വിസയ്ക്കായി പണം അടയ്ക്കുന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് വിദേശികൾ അവിടെ കഴിയുന്നുണ്ടെന്നാണ് BBCയുടെ റിപ്പോർട്ട്. പലരും ചാരിറ്റി ഹോമുകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം കഴിച്ചാണ് വിശപ്പ് മാറ്റുന്നത്. കോവിഡ് കാലത്ത് UKയിലെ കെയർ ഹോമുകളിൽ തൊഴിലാളികളുടെ ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് UK സർക്കാർ ക്ഷാമ തൊഴിൽ പട്ടികയിൽ കെയർ വർക്കർമാരെ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതേ തുടർന്ന് വർഷവും ആയിരക്കണക്കിന് നഴ്സുമാരാണ് UKയിലെ കെയർ ഹോമുകളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പലരും ചൂഷണങ്ങൾ നേരിടുന്നുണ്ടെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചു പോകുന്നവർ വിശദമായി അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമേ പണം നൽകാവൂ. ഗവൺമെന്റ് ഓഫ് UKയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് കിട്ടിയ തൊഴിൽ വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ വിസ പ്രോസസ്സിങ്ങും ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതുമായി അംഗീകാരമുള്ള സ്ഥാപനങ്ങളെ മാത്രമേ സമീപിക്കാവൂ എന്ന് ഇമിഗ്രേഷൻ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്.